السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രിയം വെക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവിടത്തോടൊപ്പം ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും കനിഞ്ഞേകുമാറാവട്ടെ. സൂറത്തുൽ അൻകബൂത്തിന്റെ 48, 49 ആയത്തുകളിൽ അല്ലാഹു തആല ഇങ്ങനെ പറയുന്നത് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൻ ലർതാബൽ മുബ്തിലൂൻ ബൽ ഹുവ ആയാതും ബയ്യിനാതും ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലദ്ദാലിമൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്. നബിയെ, താങ്കൾക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെടുന്നതിന് മുമ്പ് താങ്കൾ ഏതെങ്കിലും ഗ്രന്ഥം വായിച്ചിരുന്നില്ല. വലാ തഖുത്തുഹു ബിയമീനിക്, സ്വന്തം കൈകൊണ്ട് അതെഴുതുകയും ചെയ്തിരുന്നില്ല. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇദല്ലറുതാബൽ മുബ്തിലൂൻ, അസത്യവാദികൾക്ക് സംശയിക്കാമായിരുന്നു. പക്ഷേ സംശയത്തിനൊരിടയും ഇല്ലാത്ത വിധത്തിലാണ് താങ്കളുടെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. ബൽ ഹുവ ആയാത്തും ബയ്യിനാത്തും ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം. അറിവ് നൽകപ്പെട്ട ആളുകളുടെ മനസ്സിൽ, അവരുടെ ഹൃദയങ്ങളിൽ വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് ഈ വിശുദ്ധ ഖുർആൻ. ബൽ ഹുവ ആയാത്തുൻ ബയ്യിനാത്തും ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം. വിജ്ഞാനികളായ, അറിവാളന്മാരായിട്ടുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് ഖുർആൻ. വമാ യജ്ഹദു ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കില്ല ഇല്ലദ്ദാലിമൂൻ, അക്രമികളല്ലാതെ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയായിരുന്നു. അക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വലിയൊരു ന്യൂനതയല്ലേ എന്നൊരു സംശയം വരും. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എഴുത്തും വായനയും അറിയാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് കുറവ് തന്നെയാണ്. എന്നാൽ അസാധാരണക്കാരനായ ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്താൽ അതൊരു കുറവല്ല, തികവും മികവുമാണ്. കാരണം എഴുതുക എന്നുള്ളത് മറന്നു പോകുന്നതിനെതിരിലുള്ള ഒരു പരിഹാരക്രിയയാണ്. മനുഷ്യൻ്റെ ദൗർബല്യങ്ങളാണ് മറവി, അശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതിനെതിരിലുള്ള ഒരു പ്രതികരണമാണ് എഴുതുക എന്നുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറവിയില്ല. അവിടുന്ന് അശ്രദ്ധമായിട്ട് നിൽക്കാറില്ല. മറവിയും അശ്രദ്ധയുമില്ലാത്ത മുത്തുനബിക്ക് എഴുതേണ്ട ആവശ്യവുമില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുത്തും വായനയും അറിയുന്ന ആളായിരുന്നുവെങ്കിൽ, എഴുതുകയും വായിക്കുകയും ചെയ്യാറുള്ള ആളായിരുന്നുവെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമതായി, മുൻകാല വേദഗ്രന്ഥങ്ങളിലൊക്കെ മുത്തുനബിയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഉമ്മിയി എന്നുള്ള രൂപത്തിലാണ്. അക്ഷരാഭ്യാസമില്ലാത്ത ഒരു നബി അവസാന കാലത്ത് വരാനിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സുവിശേഷം തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ കാണാം. തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ആളുകളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും
വരാനിരിക്കുന്ന നബിയെ കാത്ത് ആ നബി വന്നാൽ ആ നബിയിൽ ഞങ്ങൾ വിശ്വസിക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ കാത്തിരിക്കാറുണ്ടായിരുന്നു. തൗറാത്തിലും ഇഞ്ചീലിലും പരിചയപ്പെടുത്തിയ നബി, ആ നബി തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷണങ്ങൾ ഇവർ സ്വാഭാവികമായും നോക്കും. നബിതങ്ങൾ എഴുത്തും വായനയും അറിയുന്ന, എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് സംശയം വരും. ജൂത ക്രിസ്ത്യാനികൾക്ക്, അഹ്ലു കിതാബിന് സംശയം വരും, ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ നബി ഇതല്ലല്ലോ, എഴുതുകയും വായിക്കുകയും ചെയ്യാത്ത നബിയെക്കുറിച്ചാണല്ലോ ഞങ്ങളുടെ വേദഗ്രന്ഥം പറയുന്നത്. ഈ നബിയാണെന്ന് പറയുന്ന വ്യക്തി എഴുതുകയും വായിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് കാത്തിരിക്കുന്ന ആ പ്രവാചകൻ ഇതല്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അങ്ങനെ വന്നാൽ ഇസ്ലാമിലേക്ക് വരുമായിരുന്ന ഒരുപാട് ആളുകൾക്ക് ഈ ഒരു കാരണത്താൽ ഈ ഒരു പ്രശ്നം ഇസ്ലാമിലേക്ക് വരാൻ അവർക്ക് വലിയൊരു തടസ്സമായിട്ട് നിലനിൽക്കും. രണ്ടാമത്തെ കാര്യം, മക്കയിൽ മുത്തുനബിയോട് എതിര് കാണിക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട്. അവർക്ക് ആരോപണം ഉന്നയിക്കാൻ വലിയൊരു കാരണം കിട്ടുകയും ചെയ്യും. മുത്തുനബി എഴുതുകയും വായിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയും, ഇത് മുൻകാലത്ത് ഇറക്കപ്പെട്ട ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബി വായിച്ച് അത് തൻ്റേതായ ഭാഷയിൽ എഴുതിയുണ്ടാക്കിയതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളൊരു ആരോപണം അവരുന്നയിച്ചാൽ, മുത്തുനബി ഉമ്മിയായിട്ട് പോലും ഈ ഒരു ആരോപണം പല ആളുകളും അടിസ്ഥാനരഹിതമായിട്ട് ഉന്നയിക്കാറുണ്ട്. എങ്കിൽ പിന്നെ ഉമ്മി അല്ലെങ്കിൽ ഈ ആരോപണത്തിന് ഒരു വകുപ്പ് അത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മുത്തുനബിയുടെ കാര്യത്തിൽ, വിശുദ്ധ ഖുർആന്റെയും കാര്യത്തിൽ ഒരു സംശയത്തിനും ഒരാൾക്ക് പോലും ഇട കൊടുക്കാത്ത വിധത്തിലാണ് അല്ലാഹു തആല മുത്തുനബിക്കുള്ള മഹത്വങ്ങളും സവിശേഷതകളും പ്രത്യേകതകളുമൊക്കെ അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അപ്പോൾ ഉമ്മിയാണെങ്കിൽ, എഴുത്തും വായനയും അറിയാത്ത ആളാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഗുരുമുഖത്ത് പോയിട്ട് അക്ഷരാഭ്യാസം നേടാത്ത ഒരാളാണെങ്കിൽ, പിന്നെ ഈ ഏതെങ്കിലും മുൻകാലത്തുള്ള വേദഗ്രന്ഥങ്ങൾ വായിച്ചെഴുതിയതാണ് എന്നുള്ള ആരോപണത്തിന് യാതൊരു അടിസ്ഥാനവും ഉണ്ടാവില്ല. ആ വാദം നിലനിൽക്കുക തന്നെ ചെയ്യില്ല. പിന്നെ മറ്റൊരു കാര്യം, തഫ്സീർ റൂഹുൽ ബയാനിൽ ഇസ്മാഇലുൽ ഹഖിൽ ബറൂസവി തങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഹബീബായ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതുകയാണെങ്കിൽ അവിടുത്തെ പേനയുടെയും ആ പേന പിടിക്കുന്ന വിരലുകളുടെയും ഒക്കെ നിഴൽ സ്വാഭാവികമായിട്ടും എഴുതുന്ന പേപ്പറിൽ, എഴുതുന്ന ആ പ്രതലത്തിൽ പതിയും. ആ നിഴൽ പതിയും. ആ പതിയുന്നത് ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ നാമത്തിന്മേലായിരിക്കാം, അള്ളാഹുവിൻ്റെ ദിക്റിന്മേലായിരിക്കാം. മുത്തുനബി എഴുതുക അതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിന്മേൽ തൻ്റെ പേനയുടെ, അല്ലെങ്കിൽ താൻ പേന പിടിച്ച കൈകളുടെ വിരലുകളുടെ നിഴൽ പതിഞ്ഞാൽ അതിൽ എന്തോ ഒരു അദബുകേട് മണക്കുന്നുണ്ട്. ഒരു അദബുകേട് മണക്കും. അള്ളാഹുവിൻ്റെ റസൂലിന് അത് ഇഷ്ടമില്ല. തൻ്റെ കൈകൾ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ മേലെയാവുന്നത് എഴുതുമ്പോൾ അതാണല്ലോ സംഭവിക്കുക. അള്ളാഹുവിൻ്റെ പേരെഴുതുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് താഴെയാകും, മുത്തുനബിയുടെ കൈകൾ മേലെയാകും. അത് മുത്തുനബിക്ക് ഇഷ്ടമില്ല. ഇത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അള്ളാഹു തആല മുത്തുനബിക്ക് അതിന് പകരമായിട്ട് ഒരു മഹത്വം നൽകി. എന്താണ് ആ മഹത്വം? മുത്തുനബിയുടെ ശബ്ദത്തേക്കാൾ ലോകത്ത് ഒരു കുട്ടിയുടെയും ശബ്ദം ഉയരാൻ പാടില്ല. അള്ളാഹു തൻ്റെ പേരിൻ്റെ മേലെ, തൻ്റെ നാമത്തിൻ്റെ മേലെ ഹബീബിൻ്റെ കൈകൾ വരുന്നത് ഹബീബിന് ഇഷ്ടമില്ലെങ്കിൽ ആ ഹബീബിൻ്റെ ശബ്ദത്തേക്കാൾ മേലെ മറ്റൊരാളുടെയും ശബ്ദം വരാൻ പാടില്ല എന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. മാത്രമല്ല, തൻ്റെ കൈകൾ, അതേപോലെ ആ കൈകൾ പിടിച്ച പേനയും
ആ പേനയുടെയും നിഴൽ തൻ്റെ നാമത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൽ പതിയുന്നത് മുത്തനബിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മുത്തനബിയുടെ നിഴലും ഭൂമിയിൽ പതിയുന്നത് അള്ളാഹു താലാക്കും ഇഷ്ടമില്ലാതായി. അള്ളാഹു താല ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മുത്തനബിക്ക് അള്ളാഹു താല നിഴല് നൽകിയില്ല. കാരണം നിഴല് നൽകിയാൽ ആ മുത്തനബിയുടെ നിഴൽ നിലത്താണ് പതിയുന്നത്. ആ നിലത്ത് കൂടെയുള്ളവർ നടക്കുമ്പോൾ ആ നിഴലിൽ ചവിട്ടാൻ സാധ്യതയുണ്ട്. അതൊരു അദബുകേടാണ്, അതൊരു ബഹുമാനക്കുറവ് പോലെ അവിടെ ഫീൽ ചെയ്യും. അതുകൊണ്ട് മുത്തനബിക്ക് അള്ളാഹു തആല നിഴല് നൽകിയില്ല. അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ മേലെ തൻ്റെ പേനയുടെയും വിരലുകളുടെയും നിഴൽ പതിയുന്നത് മുത്തനബി ഇഷ്ടമില്ലാത്തതുപോലെ മുത്തനബിയുടെ നിഴൽ ഭൂമിയിൽ പതിയുന്നത് അള്ളാഹു തആലയും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മുത്തനബിക്ക് അള്ളാഹു തആല നിഴല് നൽകിയിട്ടില്ല. ഇതിനോടനുബന്ധമായി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. മുത്തനബിക്ക് നിഴലില്ലാത്തതിൻ്റെ ഒരു കാരണമായിട്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് മുത്തനബി പ്രകാശമായതുകൊണ്ടാണ്. പ്രകാശത്തിന് നിഴലുണ്ടാവാറില്ല. മനുഷ്യരൂപം പൂണ്ട, മനുഷ്യരൂപം അണിഞ്ഞ ഒരു പ്രകാശമാണ് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സയ്യിദുന മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യവേഷത്തിൽ മുത്തുനബിയുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു. ജിബ്രീൽ പ്രകാശ സൃഷ്ടമായൊരു വ്യക്തിയാണ്, ഒരു സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. പ്രകാശം കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം പടക്കപ്പെട്ടിട്ടുള്ളത്. പ്രകാശസൃഷ്ടമായ ആ ജിബ്രീലിന് നിഴലുണ്ടാവുകയില്ല. ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നാലും ജിബ്രീലിന് നിഴലുണ്ടാവാറില്ല. അതേപോലെ തന്നെ ഹബീബായ മുത്തുനബിക്കും നിഴലില്ല. കാരണം മുത്തുനബി പ്രകാശമാണ്, പ്രകാശത്തിന് നിഴലുണ്ടാവുകയില്ല. ഇങ്ങനെ ഈ ആയത്തുമായി മേലെ ഉദ്ധരിച്ച സൂറത്തുൽ അൻകബൂത്തിലെ 48-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ തഫ്സീർ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മുത്തനബിയെ കൂടുതൽ മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.